നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ജില്ലയിൽ അതീവ തീവ്ര മഴ മുന്നറിയിപ്പ്. ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡിനെ നിയമിച്ചു. വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിൽ 2 പേരെ മാന്നാമംഗലം വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് ജൂലൈ 19 കോർപ്പറേഷന് മുൻപിൽ ധർണ നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ. ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടെന്നും എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് തുറന്നത്. NDRF സംഘങ്ങളും സജ്ജമാണ്. മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം ആവശ്യമുണ്ടെങ്കിൽ നടപ്പാക്കുവാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 ലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കുവാനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മഴ ഏതെങ്കിലും തരത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി കണക്കാക്കരുതെന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. ആത്മവിശ്വാസത്തിലാണെങ്കിലും ജലാശയത്തിൽ ഇറങ്ങരുതെന്നും മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു സവിശേഷ ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ കാറ്റാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചില്ലകളൊടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള മുങ്ങിമരണങ്ങൾ ആയിരുന്നു കൂടുതലുണ്ടായതെങ്കിൽ ആ മുങ്ങിമരണങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ കാറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ അപകടകരമായിട്ടുള്ള മരങ്ങൾ ചില്ലകളും മാടി ഒതുക്കി വൃത്തിയാക്കി വെക്കേണ്ട ചുമതലകൾ വീട്ടുകാർ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുമരങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാണിച്ചുകൊണ്ട് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ശ്രദ്ധയോടെ പരിശോധിച്ച് അത് മാറ്റാനുള്ള നടപടി നടത്തേണ്ടതുണ്ട്. എവിടെയെങ്കിലും മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ 238 ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് തന്നെ ആ കാര്യങ്ങൾ ആവശ്യമായ നടപടി എടുക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചിരുന്നു. പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിലും മഴയത്തും മറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പൊതുനിരത്തിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അഴിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ബലപ്പെടുത്തുകയോ ചെയ്യാനുള്ള നടപടി അടിയന്തരമായിട്ട് എടുക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓലമേഞ്ഞതും ഷീറ്റ് പാകിയതുമായിട്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം. അതനുസരിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ അങ്ങനെ വന്നാൽ ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളായും മറ്റ് സൗകര്യങ്ങളുമായും ഒരുക്കാൻ സർക്കാർ എല്ലാവിധത്തിലുള്ള പരിശ്രമവും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള DOCയും TOCയും 24 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ആണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാ സേവനങ്ങളും ആ വിധത്തിൽ ലഭ്യമാകണം. KSEB ഇപ്പോൾ 1912 എന്നൊരു കൺട്രോൾ റൂം നമ്പർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂം 1077 1077. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്
വളരെ ഗൗരവമായിട്ട് ലഭ്യമാകുന്ന വിവരം അപ്പം തന്നെ അറിയിക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടി വീഴുകയോ കമ്പി പൊട്ടി വീഴുകയോ ചെയ്ത സംഭവങ്ങളുണ്ടെങ്കിൽ ഈ തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും ഒഴിയുന്ന ഘട്ടത്തിൽ അതിവേഗം ഈ കാര്യങ്ങൾ നടത്തുകയും വേണം. KSEB ജീവനക്കാരോട് ജനങ്ങൾ സഹകരിക്കണം. ധാരാളമായ കോളുകൾ വരുന്നത് കൊണ്ട് ചില പ്രയാസങ്ങൾ ചിലപ്പോൾ KSEB ഓഫീസുകളിലൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നല്ല സഹായം ഉണ്ടാകണം. രാവിലത്തെ നടത്തക്കാർ, അതുപോലെ തന്നെ ഈ പത്രം പാല് വിതരണക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ മഴയും ഇടിവെട്ടും കാറ്റുമൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ പ്രഭാത സവാരി ഒഴിവാക്കിയാലും പ്രയാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ റൂമുകളിൽ അറിയിക്കാനും ഒരു ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ, കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ, ഇതൊക്കെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നദികൾ, കായലുകൾ, ജലാശയങ്ങൾ, ചാലുകൾ അവിടെ കുളിക്കുക, വിനോദസഞ്ചാരത്തിനാണെന്നുള്ള പേരിലാണെങ്കിൽ പോലും ജലക്രീഡകൾ ഒഴിവാക്കുക, ഏതെങ്കിലും വിധത്തിലുള്ള മത്സരം വയ്ക്കുക, പന്തയം വയ്ക്കുക, പ്രത്യേകിച്ച് സ്കൂളുകൾ മുടക്കാവുന്ന ഘട്ടത്തിൽ കുട്ടികൾ അവിടെയൊക്കെ പോകാൻ ഇടവരുത്തുക. ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് നല്ല ഗൗരവമായ ശ്രദ്ധയുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കാറ്റത്തും മഴയത്തും ഒരു പ്രധാനമായി കാണുന്നൊരു പ്രശ്നം ലാൻഡ് സ്ലൈഡുകൾ, ഉരുൾപൊട്ടലുകൾ. അതാണ് ഇത്തവണത്തെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. അതിനൊരു കാരണം കഴിഞ്ഞ മെയ് മാസം ഏതാണ്ട് 4-ാം തീയതി മുതൽ തുടർച്ചയായിട്ട് മഴയാണ്. വളരെ ചെറിയ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. സംസ്ഥാനത്തുള്ളൂ. ആ 14 ക്യാമ്പുകളിൽ 76 കുടുംബങ്ങളിലായി 224 പേരെ ഇപ്പോൾ ക്യാമ്പുകളിലുള്ളൂ. പക്ഷേ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ ക്യാമ്പുകൾ ആരംഭിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 11,937 സ്കൂളുകളിലായി 1,69,649 മുറികൾ നമുക്ക് ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ സജ്ജമായിട്ടുണ്ട്. ടോട്ടൽ കൂട്ടുമ്പോൾ 13,57,000 ആളുകൾ വന്നാൽ പോലും നമുക്കവരെ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും ആ കാര്യത്തിൽ സജ്ജമാണ്. എല്ലാ ക്യാമ്പുകളുടെയും ചുമതലക്കാരായി ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കണം. വില്ലേജ് തലം വരെയുള്ള തലങ്ങളെടുത്ത് അവരുടെ കയ്യിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള സൈക്ലോൺ ഷെൽട്ടറുകൾ 17 എണ്ണത്തിലായി 6,000 പേരെ വരെ താമസിപ്പിക്കാം. അതിന് പുറമെ 1,505 ഓഡിറ്റോറിയങ്ങൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇവാക്വേഷൻ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നടത്തണം എന്ന് നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ DOCയും TOCയും 24 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സജ്ജമാണ്. റവന്യൂ വകുപ്പിൻ്റെ ജീവനക്കാരോട് നിർബന്ധമായും ഏതെങ്കിലും വിധത്തിൽ ഇനി അനാവശ്യ ലീവുകളോ യാത്രകളോ ഉണ്ടാകരുത്. എവിടെയാണോ അവരുടെ അധികാര പരിധി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യണം എന്നാണിപ്പോൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ എല്ലാവരും ക്യാമ്പ് ചെയ്ത് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. പൊതുവിൽ ഇന്ന് നാളത്തോടുകൂടി ഇപ്പോഴുള്ള ഈ മഴയുടെ ഒരു സമ്മർദ്ദം ഒഴിവാകുമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 19-ന് രംഗപ്രവേശം ചെയ്യുമെന്ന് നമ്മൾ ഭയക്കുന്ന വിധത്തിലുള്ള ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും IITM പൂനെയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ പ്രവചനങ്ങളിൽ 2-3 ആഴ്ചക്കാലം തുടർച്ചയായി കേരളത്തിൽ മഴ തന്നെയാണ് പ്രവചിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആഗസ്റ്റ് 3 വരെ ഒരു തയ്യാറെടുപ്പ് അങ്ങനെ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തിൽ മാധ്യമങ്ങൾ നല്ലതുപോലെ സഹകരിക്കണം. ജില്ലാ കളക്ടർമാരോട് അതാത് ദിവസം അപ്ഡേഷൻ നടത്തണം, മാധ്യമങ്ങളെ അറിയിക്കണം, കൃത്യമായ വാർത്തകൾ നൽകണം. എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും വളരെ അപകടകരമായ വിധത്തിൽ പഴയ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന നടപടികളുണ്ട്. കർശനമായ ഇടപെടൽ ഇതിനകത്ത് നടത്തണം. ചില നടപടികൾ എടുക്കാനും കളക്ടർമാർക്ക് അധികാരം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായ ഇത്തരം കാര്യങ്ങളിൽ ഷെയറും അതുപോലെ തന്നെ ലൈക്കുമൊക്കെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചോ അറിയാതെയോ ഇങ്ങനെ ചെയ്യുന്ന നടപടികൾ ഒരു കുറ്റം തന്നെയായിട്ട് എടുക്കണം. അതിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണം. അതിഭീകരമായിട്ടുള്ള ഭീതി വേണ്ട, പക്ഷെ നല്ല ജാഗ്രത വേണം. മഴയൊക്കെ നടക്കുമ്പോൾ ഇത് കുറേ കണ്ടതാണെന്നുള്ള ധാരണയിൽ പുറത്തിറങ്ങി പോകണ്ട. അതുപോലെ തന്നെ പ്രളയഭീതി ഉണ്ടാകുന്നു, പ്രളയ പ്രവചനം നടക്കുന്നു എന്ന വിധത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രവചനവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതിനിടെ സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തുടരുകയാണ്.
തൃശൂർ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം പലയിടത്തും നഷ്ടപ്പെട്ടു. ഒല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിക്ക് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണ് കാര്യമായ നാശനഷ്ടം ഉണ്ടായി. പള്ളിയിലെ ആരാധന സമയം കഴിഞ്ഞതിനാലും സ്കൂൾ അവധിയായതും വൻ ദുരന്തം ഒഴിവായി. ഒല്ലൂർ ചീരാച്ചുവളവിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ഏറെ സമയം ഗതാഗത തടസ്സം നേരിട്ടു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനെ കേടുപറ്റി. കരുവാൻകാട് റോഡിലേക്ക് മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇതോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കേബിൾ TV വിതരണവും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി അകമല ശാസ്താക്ഷേത്രത്തിന് സമീപത്തെ വൻമരം വീണ് പെട്ടിക്കട തകർന്നു. സംഭവ സമയത്ത് പെട്ടിക്കട തുറന്നിരുന്നില്ല. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയുടെ സർവീസ് റോഡിൽ കനത്ത വെള്ളക്കെട്ട് മൂലം വാഹനഗതാഗതം ദുഷ്കരമായി. കുട്ടനല്ലൂർ ഫ്ളൈ ഓവറിന്റെ സർവീസ് റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. മണ്ണുത്തി മേൽപ്പാലത്തിലെ മഴവെള്ളം സർവീസ് റോഡിലേക്ക് കുത്തിയൊഴുകി വീഴുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുകയാണ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡും കനത്ത മഴയിൽ മുങ്ങി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടർ. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായും ലേബർ കമ്മീഷണറുമാണ്. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് KD പ്രതാപൻ EDയുടെ കസ്റ്റഡിയിൽ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KD പ്രതാപനെ ED കസ്റ്റഡിയിൽ വിട്ട് കോടതി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് ഹൈറിച്ച് കമ്പനി ഡയറക്ടർ KD പ്രതാപനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടത്. വിദേശത്ത് പ്രതാപൻ കടത്തിയ കള്ളപ്പണത്തെക്കുറിച്ച് അറിയുവാൻ ഇന്നും നാളെയും പ്രതാപനെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു EDയുടെ ആവശ്യം. എന്നാൽ ഒരു ദിവസത്തേക്കാണ് കോടതി പ്രതാപനെ EDയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീനിയുടെയും ചോദ്യം ചെയ്യൽ ED പൂർത്തിയാക്കിയിരുന്നു. ഇവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതാപനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുവാനാണ് ED തീരുമാനം. നിലവിൽ എറണാകുളം ജില്ലാ ജയിൽ റിമാൻഡിലാണ് പ്രതാപൻ. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്തുവാൻ കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു EDയുടെ ആവശ്യം. ഹൈറിച്ചിന്റെ 245 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ മരവിപ്പിച്ചിരുന്നു. മൾട്ടി ചെയിൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവ വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഹൈറിച്ച് മണി ചെയിൻ ഇടപാടിലൂടെ കൈവന്ന പണം കള്ളപ്പണ ഇടപാടുകൾക്ക് അടക്കം ഉപയോഗിച്ചെന്നും ED കണ്ടെത്തിയിരുന്നു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക്
ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൂർ യൂണിറ്റിന്റെ ലയന സമ്മേളനം സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പുഴയോരം ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ PR അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. പുത്തൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുത്തൂർ മർച്ചന്റ് അസോസിയേഷനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ഒന്നിച്ചു പ്രവർത്തിക്കുവാൻ തയ്യാറായത്. ജോയ് മൂത്തേടൻ, VD ജോർജ്, ബിജു എടക്കളത്തൂർ, KS പ്രഹ്ലാദൻ, CR ശേഖരൻ, CA ബാബു, റാഫി കൂനൻ, ഷാജി മുരിയാടൻ, സജി കുമാർ, സുരേഷ് വായ്ക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഐക്യബോധം കൂടി നിങ്ങളിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടല്ല. പുത്തൂരിൽ നിങ്ങളുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രേട്ടനാണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ സതികുമാറാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി, അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ജനാധിപത്യപരമായി ചിന്തിക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും തങ്ങളുടെ നേതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം, അധികാരം അത് പൂർണ്ണമായും സാധാരണക്കാരായ വ്യാപാരികളിൽ, നിങ്ങളിൽ നിക്ഷിപ്തമാണ്. മറ്റം ആവശ്യമാണെങ്കിൽ അതിനാരും തടസ്സമല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ ഓരോ കാലഘട്ടത്തിലും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനാ പ്രവർത്തനം പൂർണ്ണതോതിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ നിലനിന്നിരുന്നത്. അവർക്ക് അവരുടേതായ പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ ആ കഴിവുകൾ, നിങ്ങളുടെ ആ പ്രവർത്തന രീതികൾ, പ്രവർത്തന ശൈലികളൊക്കെ തന്നെ നാളുകളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കൂട്ടായ്മയാകണം, കൂട്ടമാകണം. അതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള
കാറ്റിൽ വീണുപോകുവാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ എടുക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം, പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കുവാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ടു പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കണം. അടുത്ത 3 മണിക്കൂറിൽ മഴയും ഇടിമിന്നലും ഉണ്ടാകാനിടയുള്ള ജില്ലകളുടെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുക. കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിൽ 2 പേരെ മാന്നാമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. മാന്നാമംഗലം ദർഭ ഭാഗത്ത് നിന്ന് കാട്ടുപന്നിയെ കെണിവെച്ച് പിടിച്ച 2 പേരെയാണ് മാന്നാമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. മാന്നാമംഗലം ദർഭ സ്വദേശി നെല്ലിക്കമലയിൽ 49 വയസ്സുള്ള ഡോൺ, ആശാരിക്കാട് സ്വദേശി വട്ടംകണ്ടത്തിൽ 61 വയസ്സുള്ള വർഗീസ് എന്ന തങ്കച്ചൻ എന്നിവരെയാണ് പിടികൂടിയത്. ഡോണിന്റെ വീട്ടിൽ നിന്നും 2.5 കിലോ ഇറച്ചി, പന്നിയെ പിടികൂടുവാൻ ഉപയോഗിച്ച കേബിൾ കുരുക്കുകളും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഈയക്കട്ടകളും കരിമരുന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി പ്രജിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് മാന്നാമംഗലം സ്റ്റേഷൻ റേഞ്ച് ഓഫീസർ ഷിനു മുഹമ്മദ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P സജീവ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, MN ഷിജു, KV ദീപു, KS ഷിജു, NB ധന്യ, CS അഞ്ജന, PA ജയൻ, പ്രബിൻ തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷം ആലോചനായോഗം ചേർന്നു. ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി തേക്കിങ്കാട് മൈതാനത്ത് വിദ്യാർത്ഥി കോർണറിൽ നടക്കും. ADMD മുരളിയുടെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. പരേഡ് പരിശീലനം ഓഗസ്റ്റ് 8, 9, 11, 12 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, എക്സൈസ്, ഫോറസ്റ്റ് സ്റ്റുഡൻസ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും. പരിശീലന സമയത്തും സ്വാതന്ത്ര്യ ദിനത്തിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സഹായം ഉറപ്പാക്കും. പരേഡിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തും. ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കും. പരിപാടിയുടെ നടത്തിപ്പിനെ ADM നോഡൽ ഓഫീസറായി സബ് കമ്മിറ്റി രൂപീകരിച്ചു. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരള തൃശൂർ നേതൃത്വത്തിൽ ജൂലൈ 19 തൃശൂർ കോർപ്പറേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക, പൊതുമേഖലാ ബാങ്കിംഗ് വ്യവസായം സംരക്ഷിക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, പുതിയ പെൻഷൻ പദ്ധതി മാറ്റി പഴയ പെൻഷൻ നടപ്പിലാക്കുക, ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക, മേൽപ്പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ധർണ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കെ രവീന്ദ്രൻ, CL വർഗീസ്, PP മുരളീധരൻ, PK വിപിൻ ബാബു, S സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ നിലവിൽ ഒഴിവിലുള്ള 2024-25 അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സീറ്റുകളിലേക്ക് ജൂലൈ 19 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേരിടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും സ്പോട്ട് അഡ്മിഷനായി പുതുതായി പങ്കെടുക്കുന്നവരും വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും സ്പോട്ട് അഡ്മിഷൻ തുടങ്ങുന്നതിന് മുൻപ് വരെ അവസരം ലഭിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ ഫീസായി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 200 രൂപയും മറ്റ് വിഭാഗക്കാർക്ക് 400 രൂപയും ഓൺലൈനായി അടയ്ക്കണം. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് പുതുതായി ലഭിക്കുന്ന അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനാൽ താൽപ്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ജൂലൈ 19 രാവിലെ 9 അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസുമായി രക്ഷിതാവിനൊപ്പം ഹാജരാകണം. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ മറ്റേതെങ്കിലും പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകനാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ച രസീതോ ഹാജരാക്കിയാൽ മതിയാകും. സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ മാനേജ്മെന്റ് ക്വാട്ട സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിന്റെ രസീതോ അഡ്മിഷൻ ലഭിച്ചതിന്റെ രേഖകളോ ഹാജരാക്കണം. ശക്തമായി തുടരുന്ന പെരുമഴയിൽ വാഴാനി ഡാമും നിറയുന്നു. 57.30 വാട്ടർ ലെവൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാത്രം 120 mm ലഭിച്ചു. ഇപ്പോൾ 67.38 mm വെള്ളം നിലവിലുണ്ട്. 69.8 എത്തിയാൽ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകും. കനത്ത മഴ തുടരുകയാണെങ്കിൽ ഡാം തുറന്നുവിടേണ്ട സാഹചര്യമാണ്. കാലാവസ്ഥാ പ്രവചനം സാധൂകരിക്കും വിധമാണ് മഴയുടെ തോത് വർദ്ധിക്കുന്നത്. വെള്ളം നിറഞ്ഞ് മച്ചാട് മാമലകളെ തൊട്ടുരുമി താഴ്വാരത്തുള്ള വാഴാനി ഡാമിന്റെ പ്രകൃതി സൗകുമാര്യം കണ്ട് ആസ്വദിക്കാൻ പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് വിനോദസഞ്ചാരികളുടെ പ്രവാഹമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ അതീവ തീവ്ര മഴ മുന്നറിയിപ്പ്. ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡിനെ നിയമിച്ചു. വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിൽ 2 പേരെ മാന്നാമംഗലം വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് ജൂലൈ 19 കോർപ്പറേഷന് മുൻപിൽ ധർണ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.